ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അപ്പോൾ ദേ ഇന്നൊരു സൺഡേ പോരാമത്തിന് ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് മഴയില്ല. അപ്പോൾ നമ്മളിന്ന് ഇതേ അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയതാണ്. ഒന്നല്ല 2-3 അമ്പലങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും അമ്മൂമ്മയും യാതുമോനും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ദേ നമ്മൾ ആദ്യം പോയ അമ്പലം മാങ്ങോട്ടുകാവ് ക്ഷേത്രമായിരുന്നു കേട്ടോ. അച്ഛൻ ദേ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ റിസീറ്റ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ അമ്മൂമ്മയും അമ്മയും ഞാനും യാതുമോനും കൂടെ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മഴയാണ്, എല്ലാവരും കുട പിടിച്ചിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ ദേ നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. മൊത്തം മഴയത്ത് ഞങ്ങൾ നനഞ്ഞു. അത് ഇപ്പം മഴ ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ഫുൾ വെള്ളം. പിന്നെ ഞങ്ങളിതേ അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് മാങ്ങോട്ടുകാവിലാണ്. ഇത് കഴിഞ്ഞ് ഇനി വേറൊരു അമ്പലത്തിൽ പോകണം. തെളിവ് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അച്ഛനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ തൊഴുത് വരട്ടേന്ന്. പിന്നെ അച്ഛനെ കാണാനില്ല. അപ്പോൾ നമ്മൾ മെല്ലെ നടന്നു. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പോയ ദിവസം നിറയായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി കുറേ ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ക്യൂവിൽ നിൽക്കണ്ടേന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കേട്ടോ, അധികം ക്യൂ ഒന്നും നിൽക്കണ്ടെന്നില്ല. പെട്ടെന്ന് നീങ്ങി വേഗം തൊഴുതു ഇറങ്ങി. നല്ലപോലെ തൊഴാൻ പറ്റി, നേരൊക്കെ തൊഴാൻ പറ്റി. അതൊക്കെ വളരെ സന്തോഷം. മഴയാണ് ഗൈസ്, ഫുൾ മഴ. മഴയത്തൊരു അമ്പലയാത്ര, അയ്യോ അത് വേറൊരു വൈബ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു മഴയായതുകൊണ്ട് അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടാവില്ല, തൊഴാനെങ്കിലും പറ്റി, മീൻസ് കുഴപ്പമില്ല, മഴയാണെങ്കിലും തിരക്കുണ്ടാവില്ല. പക്ഷെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കാറ് നിർത്താൻ പോലും സ്ഥലമില്ല. അമ്മാതിരി തിരക്കാണ് ഗൈസ്. തൊഴാൻ പറ്റിയില്ലേ അമ്മ? അമ്മമ്മ പുറത്തത്തെ എത്ര തിരക്ക്, ഉള്ളിൽ വേഗം നീങ്ങി അല്ലേ? അപ്പോഴേക്കും അച്ഛൻ തൊഴുതിറങ്ങി നമുക്ക് പായസമൊക്കെ പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു പായസം. അച്ഛൻ പ്രസാദമൊക്കെ കഴിച്ചു കൊടുന്നു. ഭയങ്കര ചൂടാട്ടോ, നല്ല ചൂടുണ്ട്. നമ്മുടെ യാതുമോനാണെങ്കിൽ പായസം എന്ന് പറയുന്നത്, പക്ഷേ ചൂടിൽ കൊടുക്കാൻ പറ്റും തോന്നലില്ല. ചൂടുണ്ട് പഞ്ഞാ, ചൂടാ. അച്ഛൻ എന്താ നിറ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ഇങ്ങനെ നിറ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ക്യൂ ആയ കാരണം ഞങ്ങൾ അയ്യോ വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണീൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ലാണ്ട് വന്നു. പക്ഷെ അതേ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ ക്യൂ അതേ നിറ കിട്ടി നമുക്ക്. അങ്ങനെ ഇതേ നമ്മൾ മാങ്ങോട്ടുകാവൊക്കെ തൊഴുത് നമ്മൾ അടുത്ത ടെമ്പിളിലോട്ട് പോവാണ് കേട്ടോ. സമയം കുറച്ച് ഇതായതുകൊണ്ട് യാതുമോനൊക്കെ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. യാതുമോന് മാത്രമല്ല എല്ലാവർക്കും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ യാതുക്കുട്ടന് ആദ്യം ഒരു ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ബാക്കി നമ്മളെല്ലാവരും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിച്ച് ദേ നെക്സ്റ്റ് ടെമ്പിളിലോട്ട് പോവാം. ഇവിടെ എവിടെയെങ്കിലും നിർത്തിയതാണ്. നമ്മളിങ്ങനെ സെക്കൻഡ് ടെമ്പിളിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ശ്രീരാമക്ഷേത്രത്തിലോട്ടാണ്, തിരുവില്ലാമല വില്ലോദ്രിനാഥ ക്ഷേത്രത്തിലോട്ട്. അയ്യോ ഇവിടെയും ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ. മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ മുകളിലാണ് കേട്ടോ അമ്പലം, അവിടെയാണ് വണ്ടി നിർത്താറ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് വണ്ടികളൊക്കെ താഴെയാണ് പാർക്ക് ചെയ്തേക്കണേ. മുകളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മുകളിലേക്ക് നടന്നു പോകണം. നമുക്ക് മഴ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഫ്രണ്ട്സ് കയറി മുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ മുകളിലോട്ട് എത്തിയപ്പോൾ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ഞാൻ A4 B4 എന്നൊക്കെ ചോദിക്കട്ടെ. ബോൾ കണ്ടപ്പോൾ അമ്പലത്തിൽ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് പ്രഭാഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ മുന്നേ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല. ഒന്നാമത് മഴ. പിന്നെ ദേ നമ്മളവിടെ നിന്ന് ഉണ്ണിയപ്പൊക്കെ പ്രസാദം വാങ്ങിച്ചു. താഴോട്ടൊക്കെ തൊഴുത് അങ്ങനെ ദേ താഴെയൊക്കെ തൊഴുത് നമ്മളിതേ മുകളിലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. യാതുക്കുട്ടൻ ചെറുതായിട്ട് ഓടിക്കളിയും ചാടിക്കളിയൊക്കെ ആയിരുന്നു. വീഴുമെന്നൊരു ചെറിയ പേടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അച്ഛനും യാതുമോനും ഞാനും ഫസ്റ്റ് എത്തി. പിന്നെ അമ്മയും കൂടെ അതേ തൊഴുത്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ചാണ് വരുന്നത്. അപ്പം ഇനി നമ്മളിതേ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അത് പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. ഇങ്ങനെ തിരുവില്ലാമലയിൽ തൊഴുത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. വേണ്ട അങ്ങനെ എന്തേ ലോട്ടറി ഒക്കെ എടുക്കാൻ പറഞ്ഞു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അവിടെ കമ്മലുകൾ കണ്ടപ്പോൾ ഒരു കമ്മൽ ഇഷ്ടമായി. അപ്പോൾ അതൊരെണ്ണം വാങ്ങി യാതുക്കുട്ടനും ദേ ഈ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരുവില്ലാമലയിൽ തൊഴുത് മൂന്നാമത്തെ അമ്പലത്തിലേക്കായ പാമ്പുംകാവിലേക്കാട്ടോ വന്നിരിക്കണം. പാമ്പാടി പാമ്പുംകാവിലോട്ട് വന്നിരിക്കുക.
പാമ്പുംകാവിലും തൊഴുതിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴേക്ക് ഇത്തിരി മഴ കുറവുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ തിരുവില്ലാമല ക്ഷേത്രത്തിൽ നിന്ന് പാൽപ്പായസം പ്രസാദം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ശരിക്കും കഴിഞ്ഞതായിരുന്നു. പിന്നെ നമ്മുടെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയിട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി. ഞാൻ വീട്ടിൽ വന്നു പറഞ്ഞ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പായസമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടിരിക്കും. ബൈ ബൈ.